കോൺസ്റ്റിപ്പേഷൻ വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? കൂടുതൽ വെള്ളം കുടിക്കും, ഫൈബർ കൂട്ടും, അല്ലെങ്കിൽ ഒരു ലാക്സേറ്റീവ് എടുത്ത് നോക്കും. പക്ഷെ ഒരു ചോദ്യം, നിങ്ങൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് കരുതി വീട്ടിൽ മാനേജ് ചെയ്യുന്ന പ്രശ്നം വെറും കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ലെങ്കിൽ. കാരണം കോൺസ്റ്റിപ്പേഷൻ വളരെ കോമൺ ആണ്. പക്ഷെ കോൺസ്റ്റിപ്പേഷനൊപ്പം വരുന്ന ചില ചെറിയ മാറ്റങ്ങളാണ് ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ബ്ലഡ്, വെയിറ്റ് ലോസ് പോലെയുള്ള ഒബ്വിയസ് സിംറ്റംസ് മാത്രമല്ല, പലരും കോൺസ്റ്റിപ്പേഷന്റെ ഭാഗമാണെന്ന് കരുതി ഇഗ്നോർ ചെയ്യുന്ന ഒരു സിംറ്റം കൂടിയുണ്ട്. ഇന്ന് അതുൾപ്പെടെ 5 വാർണിംഗ് സൈൻസ് വളരെ സിമ്പിളായി പറയാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പാനിക്ക് വേണ്ട, പക്ഷേ ഇഗ്നോർ ചെയ്യുകയും വേണ്ട. കോൺസ്റ്റിപ്പേഷൻ എന്നത് എന്താണ്? ആദ്യം ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം. ഡെയിലി മോഷൻ പോകാത്തത് കോൺസ്റ്റിപ്പേഷൻ ആണോ? അല്ല. എല്ലാവരുടെയും ബവൽ ഹാബിറ്റ് ഒരുപോലെയല്ല. ചിലർക്ക് ദിവസവും മോഷൻ പോകും, ചിലർക്ക് ഒരു ദിവസം വിട്ട് ഒരു ദിവസം പോകും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മോഷൻ എത്ര പ്രാവശ്യം പോകുന്നു എന്നതുകൊണ്ട് മാത്രം തീരുമാനിക്കുന്നില്ല. സ്റ്റൂൾ വളരെ ഹാർഡ് ആകുന്നു, മോഷൻ പോകാൻ സ്ട്രെയിൻ ചെയ്യണം, യൂഷ്വലിനേക്കാൾ ബവൽ മൂവ്മെന്റ് കുറയുന്നു, അല്ലെങ്കിൽ മോഷൻ കഴിഞ്ഞിട്ടും കംപ്ലീറ്റ്ലി എംപ്റ്റി ആയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെയും കോൺസ്റ്റിപ്പേഷൻ ആകാം. അതുകൊണ്ട് ഓർക്കേണ്ടത്, നോർമൽ എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രധാനപ്പെട്ടത് നിങ്ങളുടെ നോർമൽ ബവൽ ഹാബിറ്റ് മാറിയോ എന്നതാണ്. സൈൻ 1, നിങ്ങളുടെ ബവൽ ഹാബിറ്റ് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ മുമ്പ് റെഗുലർലി മോഷൻ പോകുന്ന ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായി മോഷൻ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റൂൾ ഹാർഡാണ്, 2-3 ദിവസം കൂടുമ്പോഴാണ് പോകുന്നത്, അല്ലെങ്കിൽ ലാക്സേറ്റീവ് ഇല്ലാതെ മോഷൻ പോകുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ പേഷ്യൻ്റ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫൈബർ കുറവായതുകൊണ്ടല്ലേ, കുറച്ച് ഫൈബർ കൂട്ടിയാൽ പോരെ? ഡയറ്റ്, ഫ്ലൂയിഡ് ഇൻടേക്ക്, ആക്ടിവിറ്റി, ചില മെഡിസിൻസ്, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്തിട്ടും പുതിയ ബവൽ ചേഞ്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഫസ്റ്റ് സൈൻ. സെക്കൻഡ് സൈൻ, കോൺസ്റ്റിപ്പേഷനോടൊപ്പം ബ്ലഡ്. ഇതാണ് പലരും സ്വയം ഡയഗ്നോസ് ചെയ്യുന്ന സിംറ്റം. ഹാർഡ് മോഷൻ പോയി, കുറച്ച് സ്ട്രെയിൻ ചെയ്തു, ടിഷ്യൂ പേപ്പറിൽ ബ്രൈറ്റ് റെഡ് ബ്ലഡ് കണ്ടു, ഉടനെ നമ്മൾ പറയും പൈൽസ് ആയിരിക്കും. ഹാർഡ് സ്റ്റൂൾ കാരണം ചെറിയ ഫിഷർ വരാം, പൈൽസിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ബ്ലഡ് കണ്ടാൽ കാരണം നമ്മൾ തന്നെ അസ്യൂം ചെയ്യരുത്. പ്രത്യേകിച്ച് ബ്ലീഡിംഗ് വീണ്ടും വരുന്നു, ബ്ലഡ് സ്റ്റൂളിനൊപ്പം മിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ അതോടൊപ്പം ബവൽ ഹാബിറ്റിലും ചേഞ്ച് ഉണ്ട് എങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടണം. ഇവിടെ അടുത്ത ചോദ്യം, ബ്ലഡ് കണ്ടാൽ സീരിയസ് പ്രോബ്ലം തന്നെയാണോ? അല്ല. ബ്ലഡ് വന്നാൽ സീരിയസ് ഡിസീസ് എന്ന് അർത്ഥമില്ല. പൈൽസ് ആയിരിക്കും എന്ന് പറഞ്ഞ് മാസങ്ങളോളം ഇഗ്നോർ ചെയ്യുന്നതും ശരിയല്ല. കാരണം എന്താണെന്ന് അറിയുക. മൂന്നാമത്തെ സൈൻ, വെയിറ്റ് ലോസ്. ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നില്ല, വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല, പക്ഷേ വെയിറ്റ് പതുക്കെ കുറയുന്നു, ഡ്രസ്സ് ലൂസായി തോന്നുന്നു, ആപ്പിറ്റൈറ്റിലും ചേഞ്ച് വരുന്നു, അതോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ബവൽ ഹാബിറ്റിലും ചേഞ്ച് ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം. പേഷ്യൻ്റ് പറയാം, വെയിറ്റ് കുറയുന്നത് നല്ല കാര്യമല്ലേ, നിങ്ങൾ എഫേർട്ട് ഇട്ട് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഒന്നും ചെയ്യാതെ വെയിറ്റ് കുറയുന്നു എന്നത് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് നടക്കുന്നതിൻ്റെ ക്ലൂ ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ട് വീണ്ടും പാനിക്ക് വേണ്ട, പക്ഷേ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഇഗ്നോർ ചെയ്യരുത്. ഇനി 4ാമത്തെ സൈൻ, പെയിൻ, വോമിറ്റിംഗ്, ടമ്മി സ്വെല്ലിംഗ്. കോൺസ്റ്റിപ്പേഷൻ വന്നാൽ ചെറിയ ബ്ലോട്ടിംഗ് കോമൺ ആണ്, ചെറിയ ഡിസ്കംഫോർട്ടും ഉണ്ടാകാം. പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ വ്യത്യാസമുണ്ട്. വയറിൽ ശക്തമായ പെയിൻ, ടമ്മി സ്വള്ളനായിട്ടിരിക്കുന്നു, വോമിറ്റിംഗ്, മോഷൻ പോകുന്നില്ല, പ്രത്യേകിച്ച് വിൻഡ് പോലും പാസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് സിമ്പിൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് കരുതി വീട്ടിലിരുന്ന് ലാക്സേറ്റീവ് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ല. കാരണം ചിലപ്പോൾ ബവലിൽ ബ്ലോക്കേജ് ഉണ്ടാകാം. പേഷ്യൻ്റ് ചോദിക്കാം, ഒരു സ്ട്രോങ് ലാക്സേറ്റീവ് എടുത്താൽ പ്രശ്നം തീർന്നില്ലേ? സിവിയർ പെയിൻ, വോമിറ്റിംഗ്, സ്വള്ളൻ അബ്ഡോമൻ, മോഷൻ അല്ലെങ്കിൽ വിൻഡ് പോകാത്ത അവസ്ഥയിൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് മാത്രം ആശ്രയിക്കരുത്. പെയിൻ, വോമിറ്റിംഗ്, സ്വള്ളൻ ടമ്മി, നോ സ്റ്റൂൾ ഓർ വിൻഡ്, അർജന്റ് മെഡിക്കൽ അസസ്മെന്റ്. ഈ കോമ്പിനേഷൻ പ്രത്യേകം ഓർക്കുക. ഇനി 5ാമത്തെ സൈൻ, എപ്പോഴും ടയേർഡായി തോന്നുന്നു. ഇതാണ് പലരും കോൺസ്റ്റിപ്പേഷനോടൊപ്പം കണക്ട് ചെയ്യാത്ത സിംറ്റം. എപ്പോഴും ക്ഷീണം, എനർജി ഇല്ല, ചെറിയ ജോലി ചെയ്താലും ടയേർഡ്നെസ്. നമ്മൾ ഉടനെ പറയും വർക്ക് കൂടുതലാണ്, സ്ലീപ്പ് കുറവാണ്, സ്ട്രെസ്സാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ പെർസിസ്റ്റന്റ് ടയേർഡ്നെസ്സിനോടൊപ്പം ബവൽ ഹാബിറ്റിലും അൺഎക്സ്പ്ലെയിൻഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോട് പറയുക. കാരണം ചിലപ്പോൾ ടയേർഡ്നെസ് അനീമിയ പോലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് പോലും ചില യൂസ്ഫുൾ ഇൻഫർമേഷൻ നൽകാം. അതുകൊണ്ട് ബവൽ ചേഞ്ച്, അൺഎക്സ്പ്ലെയിൻഡ് പെർസിസ്റ്റന്റ് ടയേർഡ്നെസ്, മെൻഷൻ ഇറ്റ്. ഇതാണ് പലരും മിസ് ചെയ്യുന്ന 5ാമത്തെ സൈൻ. ഡോക്ടറിനെ കണ്ട നേരെ കൊളോണോസ്കോപ്പി ആണോ? ഇവിടെ പലർക്കും അടുത്ത പേടി ഇതാണ്. ഈ സിംറ്റംസ് പറഞ്ഞാൽ നേരെ കൊളോണോസ്കോപ്പി ചെയ്യുന്നു. സാധാരണ അങ്ങനെയല്ല. ആദ്യം ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നിങ്ങളുടെ ഹിസ്റ്ററി മനസ്സിലാക്കും. നിങ്ങളുടെ യൂഷ്വൽ ബവൽ ഹാബിറ്റ് എന്തായിരുന്നു?
ചേഞ്ച് എപ്പോഴാണ് തുടങ്ങിയത്, ബ്ലഡ് ഉണ്ടോ, വെയിറ്റ് ലോസ് ഉണ്ടോ, പെയിൻ ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ എക്സാമിനേഷൻ, ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാം. ചില ബവൽ സിംറ്റംസ് ഉള്ള ആളുകളിൽ ഫിറ്റ് ടെസ്റ്റ് എന്ന സ്റ്റൂൾ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റൂളിൽ വളരെ ചെറിയ അളവിലുള്ള ബ്ലഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കും. റിസൾട്ടും സിംറ്റംസും നോക്കിയാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറിനെ കാണുന്നത് സീരിയസ് ഡിസീസ് ഉണ്ടെന്ന് അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം ഈ ചേഞ്ച് എന്തുകൊണ്ടാണ് വന്നത് എന്ന് നമുക്ക് കണ്ടെത്താം. റെഡ് ഫ്ലാഗ്സ് ഇല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? മോസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിപ്പേഷൻസും സിമ്പിൾ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ബേസിക്സ് ആദ്യം നോക്കുക. ഫ്ലൂയിഡ്, ദിവസം മുഴുവൻ അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഉണ്ടാകണം. ഫൈബർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓട്സ്, ഹോൾ ഗ്രെയിൻസ് പോലുള്ള ഫൈബർ റിച്ച് ഫുഡ്സ് ഗ്രാജ്വലി ഇംപ്രൂവ് ചെയ്യുക. ഒറ്റയടിക്ക് ഫൈബർ അധികം കൂട്ടേണ്ടതില്ല. ഡെയിലി വാക്കിംഗ് പോലുള്ള റെഗുലർ ആക്ടിവിറ്റി ബവൽ മൂവ്മെൻറ്റിനെ സഹായിക്കും. അർജ് ഇഗ്നോർ ചെയ്യരുത്. മോഷൻ പോകണം എന്ന് തോന്നുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാതിരിക്കുക. ടോയ്ലറ്റ് പൊസിഷൻ, ചെറിയ ഫുഡ് സ്റ്റൂൾ ഉപയോഗിച്ച് നീസ് ഹിപ്സിനേക്കാൾ അല്പം ഉയർത്തിയിരിക്കുന്നത് മോഷൻ പാസ് ചെയ്യാൻ ചിലർക്ക് സഹായിക്കും. ഇതൊക്കെ ചെയ്തിട്ടും കോൺസ്റ്റിപ്പേഷൻ തുടരുകയാണെങ്കിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോട് അഡ്വൈസ് തേടുക. അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷനോടൊപ്പം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ: പുതിയ പേഴ്സിസ്റ്റന്റ് ബവൽ ചേഞ്ച്, ബ്ലഡ്, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, സിവിയർ പെയിൻ, വോമിറ്റിംഗ്, സ്വോളൻ ടമ്മി, പ്രത്യേകിച്ച് വിൻഡ് പോലും പോകാത്തത്, പേഴ്സിസ്റ്റന്റ് അൺഎക്സ്പ്ലെയിൻഡ് ടയർഡ്നെസ്. ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക. വാർണിംഗ് സൈൻ എന്നത് ഡയഗ്നോസിസ് അല്ല, പക്ഷേ അത് ഇഗ്നോർ ചെയ്യാനുള്ള സിംറ്റംസും അല്ല. നിങ്ങളുടെ നോർമൽ ബവൽ ഹാബിറ്റ് അറിയുക, അതിൽ ചേഞ്ച് വന്നാൽ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ ബവൽ.